ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി ശശിക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി ഉറപ്പായി. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ശശിക്കെതിരെ ഉയർന്നുവന്ന ആക്ഷേപങ്ങൾ ചർച്ചയ്ക്ക് വരും. സിപിഐഎമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് ആരോപണങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. സ്വഭാവദൂഷ്യം പോലെ ഗുരുതരമായ ആക്ഷേപം ഉണ്ടായ സാഹചര്യത്തിൽ പി ശശിയെ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ഉറപ്പാണ്. 2010 ഡിസംബർ 13 പി ശശിയെ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്. ചികിത്സാർത്ഥം പി ശശിക്ക് അവധി നൽകുകയാണെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സ്വഭാവദൂഷ്യമടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളെ തുടർന്നാണ് പി ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവാക്കുന്നെന്ന വിവരം അന്നു തന്നെ പുറത്തായി. ആദ്യമൊക്കെ വാർത്ത നിഷേധിച്ച പാർട്ടി സംസ്ഥാന നേതൃത്വം ഒടുവിൽ ശശിക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി വേണമെന്ന ധാരണയിൽ എത്തിച്ചേരുകയായിരുന്നു. സ്വഭാവദൂഷ്യമാണ് ആക്ഷേപമെങ്കിലും രേഖാമൂലമുള്ള ഒരു പരാതിയും ഇതുവരെ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും വിവരങ്ങൾ പുറത്തായ സാഹചര്യത്തിൽ നടപടിയെടുക്കാതെ തരമില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിഗമനം. ഇതനുസരിച്ച് ഈ മാസം 2 പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ശശിക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ലോട്ടറി വിവാദം കത്തുനിന്ന യോഗം ഈ വിഷയം പിന്നീടത്തേക്ക് മാറ്റി. അങ്ങനെയാണ് സംസ്ഥാന സമിതി യോഗത്തിന്റെ മുന്നോടിയായി വ്യാഴാഴ്ച ചേരുന്ന സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് പരാതി പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ വെക്കാൻ സെക്രട്ടറി യോഗം നിർദ്ദേശിക്കും. ശശിയുടെ ഘടകമായ സംസ്ഥാന സമിതിയിൽ ഈ നിർദ്ദേശം അവതരിപ്പിച്ച ശേഷമേ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപടിയെടുക്കാനാണ് നേതൃത്വത്തിലുള്ള ധാരണ. സ്വഭാവദൂഷ്യ കുറ്റമായതുകൊണ്ട് പി ശശിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ആർ ശ്രീജിത്ത്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.